നമസ്കാരം. ഫോട്ടോഗ്രാഫിയെ തലമുറകൾക്ക് പരിചയപ്പെടുത്തിയ ഈസ്റ്റ്മാൻ കോഡാക് കമ്പനി പ്രവർത്തനം അവസാനിപ്പിക്കുന്നു. കാലമാറ്റത്തിൽ സ്വയം പരിഷ്കരണത്തിൽ പിന്നോട്ട് പോവുകയും തുടർന്നുണ്ടായ ഭീമമായ സാമ്പത്തിക പ്രതിസന്ധിയെ അതിജീവിക്കാൻ കഴിയാത്തതുമാണ് ക്യാമറ ഫോട്ടോഗ്രാഫി വ്യവസായ രംഗത്തെ അതികായന് തിരിച്ചടിയായത്. 133 വർഷം പഴക്കമുള്ള ഫോട്ടോഗ്രാഫി കമ്പനിയാണ് പ്രവർത്തനം അവസാനിപ്പിക്കുന്നതായി നിക്ഷേപകർക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. കൊഡാക് കമ്പനിയുടെ തിങ്കളാഴ്ച പുറത്തിറക്കിയ വരുമാന റിപ്പോർട്ടിൽ ഏകദേശം $500 മില്യൺ കടബാധ്യതകൾ അടച്ചു തീർക്കാനുള്ളതായി സൂചിപ്പിക്കുന്നു. ഇതിനുള്ള പണമോ ധനസഹായമോ കൈവശമില്ല. പ്രതിസന്ധിയെ മറികടന്ന് മുന്നോട്ട് പോകുന്നതിൽ സംശയമുണ്ടെന്നും കൊഡാക് കമ്പനി മുന്നറിയിപ്പ് നൽകി. 133 വർഷമായി ക്യാമറ ഫോട്ടോഗ്രാഫി രംഗത്തെ ശ്രദ്ധേയ സാന്നിധ്യമാണ് കൊഡാക് കമ്പനി. 1889 ജോർജ് ഈസ്റ്റ്മാനാണ് കൊഡാക് സ്ഥാപിച്ചത്. ജോർജ് ഈസ്റ്റ്മാൻ നിർമ്മിച്ചെടുത്ത വാക്കാണ് കൊഡാക്. കെ എന്ന അക്ഷരം ഇഷ്ടമുള്ളതുകൊണ്ടാണ് അത്തരം ഒരു പേര് അദ്ദേഹം നിർമ്മിച്ചത്. ഈസ്റ്റ്മാൻ കൊഡാക് ഫോട്ടോഗ്രാഫി കമ്പനി 1892 സ്ഥാപിതമാകുന്നത്. എന്നാൽ കമ്പനിയുടെ ചരിത്രം 1879 തന്നെ ആരംഭിച്ചിരുന്നു. അന്നാണ് കമ്പനിയുടെ സ്ഥാപകനായ ജോർജ് ഈസ്റ്റ്മാൻ ഒരു പ്ലേറ്റ് കോട്ടിംഗ് മെഷീന് പേറ്റന്റ് നേടിയത്. 1888 ഈസ്റ്റ്മാൻ ആദ്യത്തെ കൊഡാക് ക്യാമറ $25 വിറ്റു. അക്കാലത്ത് ഫോട്ടോഗ്രാഫി ഒരു സാധാരണ ബിസിനസ് ആയിരുന്നില്ല. കാരണം അതിനാവശ്യമായ സാങ്കേതിക വൈദഗ്ധ്യവും ഉപകരണങ്ങളും എല്ലാവർക്കും എളുപ്പത്തിൽ ലഭ്യമായിരുന്നില്ല. എന്നാൽ കൊഡാക് ക്യാമറ ഫോട്ടോഗ്രാഫിയെ സാധാരണക്കാർക്കും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തത്. 1970-കളിൽ അമേരിക്കയിലെ ഫിലിം വിൽപ്പനയുടെ 90%, ക്യാമറ വിൽപ്പനയുടെ 85% കൊഡാക്കിനായിരുന്നു. 20-ാം നൂറ്റാണ്ടിൽ വിപണിയിൽ ആധിപത്യം നേടിയ കമ്പനി ഡിസ്പോസിബിൾ ക്യാമറകൾക്ക് പേര് കേട്ടു. എന്നാൽ തങ്ങളുടെ തന്നെ തെറ്റായ ഒരു തീരുമാനമായിരുന്നു കൊഡാക് കമ്പനിയുടെ തിരിച്ചടിക്ക് തുടക്കം കുറിച്ചത്. 1975 ആദ്യ ഡിജിറ്റൽ ക്യാമറ കണ്ടുപിടിച്ചെങ്കിലും തങ്ങളുടെ ഫിലിം ബിസിനസ് ബാധിക്കുമെന്നതിനാൽ അതിനെ പ്രോത്സാഹിപ്പിച്ചില്ല. ഈ തെറ്റായ തീരുമാനത്തിന് കൊഡാക് കമ്പനിക്ക് പകരം നൽകേണ്ടി വന്ന വില ഈ മേഖലയിലെ തങ്ങളുടെ അപ്രമാദിത്വം തന്നെയായിരുന്നു. പിന്നീട് ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് കമ്പനി ചുവടുവെച്ചെങ്കിലും കാനോൺ, സോണി, നിക്കോൺ പോലുള്ള എതിരാളികളോട് മത്സരിക്കാനായില്ല. പിന്നാലെ കൊഡാക്കിന്റെ ശക്തമായ വിപണി സ്ഥാനം താഴേക്ക് പതിച്ചു. ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ വളർച്ച മുതലെടുക്കാൻ കൊഡാക്കിന് കഴിഞ്ഞില്ല എന്നതാണ് തിരിച്ചടിയായത്. തുടർന്ന് കടബാധ്യതയിൽ മുങ്ങിയ കമ്പനി പാപ്പരത്വത്തിന് 2012 അപേക്ഷ നൽകി. 2013 പുനരുജ്ജീവിച്ചെങ്കിലും വിപണിയിലെ പഴയ സ്ഥാനത്ത് തിരിച്ചെത്താൻ കഴിഞ്ഞില്ല. 2012 സാമ്പത്തിക പ്രതിസന്ധി കൊഡാക്കിന് ശ്വാസം മുട്ടിച്ചു തുടങ്ങുന്നത്. അന്ന് കമ്പനി 1 ലക്ഷത്തോളം പേരിൽ നിന്ന് കടമെടുത്തിരുന്നു. $6.75 ബില്യൺ കടബാധ്യതയും ഉണ്ടായിരുന്നു. കഴിഞ്ഞ വാരം പുറത്തിറക്കിയ കൊഡാക് കമ്പനിയുടെ വരുമാന റിപ്പോർട്ടിൽ ഏകദേശം $500 മില്യൺ കടബാധ്യതകൾ അടച്ചു തീർക്കാനുള്ളതായി പറയുന്നു. പ്രതിസന്ധിയെ മറികടന്ന് മുന്നോട്ട് പോകാൻ സംശയമുണ്ടെന്നും കൊഡാക് പറയുന്നു. കമ്പനിയുടെ പെൻഷൻ പദ്ധതിയിലേക്ക് നിക്ഷേപിക്കുന്നത് നിർത്തിക്കൊണ്ട് കൊഡാക് പണം സ്വരൂപിക്കാൻ ശ്രമിക്കുകയാണ്. സമാനമായി ക്യാമറയുടെ മഷി, ഫിലിം, ലെൻസ് എന്നിവയിൽ പലതും US-ൽ തന്നെയാണ് നിർമ്മിക്കുന്നതെന്നതിനാൽ താരിഫുകൾ ബിസിനസിനെ കാര്യമായി ബാധിച്ചേക്കില്ലെന്നും കമ്പനി പറയുന്നു. സാമ്പത്തിക സാഹചര്യങ്ങൾ ബുദ്ധിമുട്ടിലാണെങ്കിലും ഈ വർഷം 2-ാം പാദത്തിൽ കമ്പനിയുടെ ദീർഘകാല പദ്ധതികളിൽ നേട്ടമുണ്ടായിട്ടുണ്ടെന്ന് കൊഡാക് CEO ജിം കോണ്ടിനൻസ് പറയുന്നു. കടമെടുത്ത തുകയുടെ വലിയൊരു ഭാഗം കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ അടച്ചു തീർക്കാൻ കഴിയുമെന്നാണ് കമ്പനിയുടെ പ്രതീക്ഷ. ശേഷിക്കുന്ന കടങ്ങളിലും സ്റ്റോക്ക് ബാധ്യതകളിലും ഇളവുകൾ വരുത്തുവാനും സമയപരിധി ദീർഘിപ്പിക്കാനും കഴിയുമെന്നും കോണ്ടിനൻസ് വ്യക്തമാക്കി. പ്രതിസന്ധി ഉണ്ടായിരുന്നിട്ടും കൊഡാക് ഇപ്പോഴും അമേരിക്കയിൽ ഫിലിം, മഷി, പ്രിന്റിംഗ് പ്ലേറ്റുകൾ എന്നിവ നിർമ്മിക്കുന്നുണ്ട്. ഇത് താരിഫ് പ്രശ്നങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കുന്നുവെന്നും ബന്ധപ്പെട്ടവർ പറയുന്നു. എന്നാൽ ഇത്തരം ശ്രമങ്ങൾ കൊണ്ട് മാത്രം ഐക്കണിക് കമ്പനിയെ രക്ഷിക്കാൻ കഴിയുമോ എന്ന കാര്യം ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്.